ഈ അടുത്ത തിങ്കളാഴ്ച മുതൽ പിന്നെയും കോളേജിൽ പോയി തുടങ്ങണമല്ലോ. വിച്ചുവാണ് പറഞ്ഞത്. ജാനി വന്നിട്ടുണ്ടെന്നറിഞ്ഞ് അമ്മുവും വിച്ചുവും കൂടി രാവിലെ തന്നെ സുഭദ്രയുടെ അടുത്ത് പ്രസന്റ് വെച്ചിട്ടുണ്ട്. അവരോട് കളിച്ചും ചിരിച്ചും വരുന്നതിനാൽ രാവിലെ ഉണ്ടായിരുന്ന ജാനിയുടെ വിഷമങ്ങളൊക്കെ പമ്പ കടന്ന മാതിരിയാണിപ്പോൾ. എടി, ആദി സാർ ഇപ്പോഴും നിന്നെ ഒരേ പഠിപ്പിക്കൽ തന്നെയാണോ? അമ്മുവിൻ്റെ അതേ സംശയം വിച്ചുവിൻ്റെ മുഖത്തും നിഴലിച്ചു. അവരുടെ ചോദ്യം കേട്ടതും പെട്ടെന്ന് തന്നെ ജാനി ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി. ഇല്ലടി, ഇത്രയും ദിവസം പഠിപ്പിക്കാനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്ന് പോകുന്നതിന് മുന്നേ മുത്തശ്ശിയോട് എനിക്ക് അസൈൻമെൻ്റ് എഴുതാനുള്ള കാര്യമൊക്കെ പറയുന്ന കേട്ടു. ഇനി അങ്ങോട്ടേക്ക് തിരിച്ചു പോകുമ്പോൾ വീണ്ടും പഴയതുപോലെ ആകുമെന്നാണ് തോന്നുന്നത്. ജാനി ഒരു ആലോചനയോടെ അവർക്ക് തിരികെ മറുപടി കൊടുത്തു. സാരമില്ലടി, എല്ലാം നിന്റെ വിധിയാണെന്ന് വിചാരിച്ചാൽ മതി. വിച്ചു കുലുങ്ങി ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കിയതും അപ്പോൾ തന്നെ അവൻ്റെ നടുമ്പുറത്തിനിട്ട് ജാനിയുടെ കയ്യിൽ നിന്ന് ഒരെണ്ണം കിട്ടിയിരുന്നു. കിട്ടിയോ? ഇല്ല, ചോദിച്ചു വാങ്ങി. ജാനിയുടെ കയ്യിൽ നിന്ന് തല്ലുവാങ്ങിക്കൊണ്ടിരിക്കുന്ന വിച്ചുവിനെ നോക്കി അമ്മ ഒന്ന് പുച്ഛിച്ചു. തിരികെ അവനും അവളെ നോക്കി ചുണ്ടുകൂട്ടി. നീ പോടി. അതും കൂടി ആയപ്പോഴേക്കും അവിടെ വലിയൊരു അടി നടക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. ജാനിയുടെ ഫോണിൻ്റെ റിംഗ് ടോണാണ് അതിനൊരു അറുതി വരുത്തിയത്. ജാനി രണ്ടിനോടും കൂടി ഒച്ചയെടുക്കാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് ടേബിളിലിരുന്ന ഫോൺ കയ്യെത്തിപ്പിടിച്ചെടുത്തു. ആദിയാണ്. അവൾ വേഗം അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് പിടിച്ചു. ഹലോ, എന്താണ് ജാനൂട്ടിയെ പരിപാടി? അവൾ ഫോൺ എടുത്തതും മറുപുറം ആദിയുടെ ചോദ്യമുയർന്നു. ഒന്നുമില്ല ദത്തേട്ടാ, വിച്ചുവും അമ്മവും വന്നിട്ടുണ്ട്. ഞാൻ അവരോട് വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. ആഹാ, നിന്റെ വാലുകൾ എത്തിയിട്ടുണ്ടോ? അത് കേട്ടതും ജാനി വേഗം രണ്ടിനെയും ഒന്ന് നോക്കി. ഇപ്പോഴും വഴക്കു കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവൾ മെല്ലെ അവിടുന്ന് എഴുന്നേറ്റ് ജനലിൻ്റെ അരികിലേക്ക് പോയി. ദത്തേട്ടാ, അവൾ ചിണുങ്ങിക്കൊണ്ട് അവനെ വിളിച്ചു. അയ്യോ, ഞാനൊന്നും പറയുന്നില്ലേ. ആദിയുടെ ചിരിയോടെയുള്ള സംസാരം, ഫോണിൽ കൂടെയുള്ള അവൻ്റെ ശബ്ദത്തിൽ ഒരു വേള അവൾ ലയിച്ചു നിന്നുപോയി. ഹലോ ജാനി, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഹാ ദത്തേട്ടാ, കേൾക്കുന്നുണ്ട്. ഏതോ ചിന്തയിലായിരുന്നവൾ തലയ്ക്കൊന്ന് കൊട്ടിക്കൊണ്ട് വേഗം അവന് മറുപടി കൊടുത്തു. ഫുഡ് കഴിച്ചോ നീ? ഇല്ല. അതെന്തേ? സമയം 2 മണിയാവാനായല്ലോ. അപ്പോഴാണ് ജാനിയും സമയം ശ്രദ്ധിക്കുന്നത്. ഓരോന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല. ദത്തേട്ടൻ കഴിച്ചോ? ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോഴാണ് നിന്നെ വിളിച്ചേ. എന്നാൽ അവരെയും കൂട്ടിപ്പോയി കഴിച്ചു. ടൈം കിട്ടുമ്പോൾ വിളിക്കാട്ടോ. അവളൊന്ന് മൂളിയതും മറുപുറം കോൾ ഡിസ്കണക്റ്റ് ആയി കഴിഞ്ഞിരുന്നു. ജാനി കുറച്ചു നേരം അങ്ങനെ ഫോണിലേക്ക് നോക്കി നിന്നു. സൊള്ളിക്കഴിഞ്ഞോ മോളെ? വിച്ചു അവളെ നോക്കി ഇരുപുരികവും ഇളക്കിക്കൊണ്ട് ചോദിച്ചപ്പോൾ ജാനിയുടെ കവിളണകൾ ചുവന്നു തൊടുത്തു. അമ്മു, നോക്കിക്കേ, ഇവളെ കാണാനിപ്പോൾ തക്കാളി പോലെയില്ലേ? നീ എന്നെ കളിയാക്കണ്ടടാ. നോക്കിക്കോ, ഞാൻ ദത്തേട്ടനോട് പറഞ്ഞിട്ട് നിന്നോടൊക്കെ ക്വസ്റ്റ്യൻ ചോദിപ്പിക്കും. അതുവരെ ചിരിച്ചുകൊണ്ട് നിന്ന രണ്ടിൻ്റെയും മുഖം ഇപ്പോൾ കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെയായി. യോടി പൊന്നെ, ചതിക്കല്ലേ. ഞങ്ങൾ മനസ്സമാധാനത്തോടെ ഇരിക്കുന്ന നിനക്ക് സഹിക്കുന്നില്ല അല്ലേ? വിച്ചുവും അമ്മുവും അവളെ നോക്കി കെറുവിച്ചു. പിന്നെ നിന്റെ ദത്തേട്ടൻ എങ്ങനെയാടി? റൊമാൻറ്റിക് ആണോ? അത് കേട്ടതും ജാനിക്ക് ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങളാണ് ഓർമ്മ വന്നത്. ദത്തേട്ടനോട് സംസാരിച്ചതും കിസ് ചെയ്തതും എല്ലാം അവളുടെ കൺമുന്നിൽ തെളിഞ്ഞു കണ്ടു. പെണ്ണിൽ നിന്ന് പൂ തൊലയുന്നത് കണ്ട് രണ്ടും കണ്ണും കണ്ണും നോക്കി. എടാ വിച്ചു, ഇവളുടെ റിലേ അടിച്ചുപോയി എന്നാ തോന്നുന്നേ. അമ്മു അവൻ്റെ തോളിൽ ചുരണ്ടിക്കൊണ്ട് പതിയെ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അത് ശരിവെച്ചുകൊണ്ട് അവനും അവളെ നോക്കി തലയാട്ടി. ഭക്ഷണം കഴിക്കാനായി സുഭദ്ര വിളിച്ചപ്പോൾ അവർക്ക് പിന്നീടൊന്നും സംസാരിക്കാൻ സാധിച്ചില്ല. മുത്തശ്ശിയോട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ അമ്മുവിനെയും വിഷുവിനെയും കൂട്ടി ഡൈനിങ് ഹാളിലേക്ക് പോയി. കലവിലെ സംസാരിച്ച് നിന്ന് സന്ധ്യ കഴിഞ്ഞിരുന്നു രണ്ടും കൂടി തിരികെ പോകാൻ. അവർ പോയതോടുകൂടി പിന്നെ സുഭദ്രയും ജാനിയും മാത്രമായി അവിടെ. ആദി അത് കഴിഞ്ഞ് വിളിച്ചതില്ലെങ്കിൽ കൂടിയും ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ആദിയുടെ തിരക്ക് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അതിനാൽ തന്നെ ജാനിക്ക് അവനോട് പരിഭവമൊന്നും തോന്നിയില്ല. രാത്രി ഭക്ഷണമെല്ലാം കഴിഞ്ഞ് സുഭദ്രയുടെ മടിയിൽ കിടക്കുകയാണ് ജാനി. നീ എന്താ മോളെ ആലോചിക്കുന്നത്? അവർ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ മറ്റെങ്ങോട്ടോ നോക്കിക്കൊണ്ട് കിടക്കുന്ന ജാനിയോട് സുഭദ്ര ചോദിച്ചു. ഒന്നുമില്ല മുത്തു. ഞെട്ടൽ മറച്ചു വെച്ചുകൊണ്ട് അവൾ മുത്തശ്ശിയെ കണ്ണ് ചിമ്മി കാണിച്ചു. ഭർത്താവിനെ പിരിഞ്ഞിരിക്കാൻ വയ്യല്ലേ എൻ്റെ മോൾക്ക്? അത് കേട്ടതും ജാനി മുത്തശ്ശിയെ നോക്കി നന്നായി ഒന്ന് ഇളിച്ചു കാട്ടി. അവിടെയെല്ലാം നിനക്ക് ഇഷ്ടമായോ ജാനി? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ മോൾക്ക് അവിടെ? എനിക്കവിടെ കുഴപ്പമൊന്നുമില്ല. പിന്നെ മുത്തു ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നതിൻ്റെ ഒരു വിഷമമേ ഉള്ളൂ. അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട കേട്ടോ. എൻ്റെ ആദിമോൻ അതിനെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ജാനി ഉള്ളിൽ വിരിഞ്ഞ അത്ഭുതത്തോടെ മുത്തശ്ശിയെ നോക്കി. മുത്തു എന്താ പറയുന്നേ? എനിക്ക് മനസ്സിലായില്ല. ആദിമോൻ എന്നെ നോക്കാൻ ആളെയൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ നീ വിളിക്കാൻ മറന്നാലും അവൻ ദിവസവും എന്നെ വിളിക്കും.
എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ, എന്നോടെന്താ പറയാഞ്ഞേ? അവൾ മുഖം കൂർപ്പിച്ചുകൊണ്ട് സുഭദ്രയോട് ചോദിച്ചു. ആദ്യം നിന്നോട് പറയണ്ട എന്ന് പറഞ്ഞിട്ടാ. നീയായിട്ട് ഇനി അവനോട് പോയി ചോദിക്കുകയൊന്നും വേണ്ട. പറഞ്ഞത് കേട്ടോ? സുഭദ്ര അവളുടെ മുടിയിലൂടെ പതിയെ തലോടിക്കൊണ്ടിരുന്നു. ജാനിയും അത് കണ്ണടച്ച് കിടന്ന് ആസ്വദിക്കുകയാണ്. മനസ്സിൽ വീണ്ടും ആദ്യം നിറഞ്ഞു. അവനെ അപ്പോൾ തന്നെ വിളിച്ച് സംസാരിക്കണമെന്ന് തോന്നിപ്പോയി അവൾക്ക്. ജാനി ക്ലോക്കിലേക്ക് നോക്കി. സമയം 10:30 കഴിഞ്ഞിരിക്കുന്നു. ദത്തേട്ടൻ വീട്ടിലെത്തി കാണുമോ? ഒന്ന് വിളിച്ചു നോക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട, വല്ല തിരക്കിലുമായിരിക്കും. സമയം കിട്ടുമ്പോൾ എന്നെ വിളിക്കാമെന്നല്ലേ പറഞ്ഞത്? പോയി കിടന്നുറങ്ങിക്കോ ജാനൂട്ടി. ഉറക്കം വരുന്നില്ലേ നിനക്ക്? ശരി മുത്തു. സുഭദ്രയോട് ഗുഡ് നൈറ്റും പറഞ്ഞ് ജാനി മുറിയിലേക്ക് പോയി. രാവിലത്തേതിനേക്കാളും തിരക്കായിരുന്നു ആദിക്ക് ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഒന്ന് നിന്ന് തിരിയാൻ പോലും സമയം കിട്ടിയില്ല എന്ന് സാരം. പെണ്ണിനെ ഒന്ന് വിളിച്ചു നോക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അതിനുപോലും അവന് സാധിച്ചിരുന്നില്ല. രാത്രി 12 മണിക്ക് അടുത്തിരുന്നു കേശവും ആദിയും തിരികെ വീട്ടിലെത്താൻ. മീനു അവരെ കാത്ത് ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളെന്താ ഇത്രയും താമസിച്ച കേശവേട്ട? ഇങ്ങനെ ലേറ്റ് ആവുമെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നു അച്ഛനും മോനും? അതൊന്നും ചെയ്യാതെ പിന്നെ എന്തിനാ നിങ്ങൾ രണ്ടും ഫോണും പിടിച്ചുകൊണ്ട് നടക്കുന്നത്? അവർ അകത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോഴേ മീനു ഓരോ ചോദ്യങ്ങൾ കൊണ്ട് അവരെ പൊതിഞ്ഞിരുന്നു. സാധാരണ 8 മണിക്ക് മുന്നേ കേശവ് ഓഫീസിൽ നിന്ന് എത്തുന്നതാണ്. ഇനി ഇത്രയും നേരമായിട്ടും ഒരു വാക്കുപോലും വിളിച്ചു പറഞ്ഞിരുന്നില്ല. സമയത്തിന് അവർ എത്താതിരുന്നതും മീനുവിനുള്ളിൽ ചെറിയൊരു ഭയം ഉടലെടുത്തിരുന്നു. ആ ഭയം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചോദിച്ചു പോയത്. സോറി അമ്മേ, ഭയങ്കര ബിസിയായിപ്പോയി ഓഫീസിൽ. ഒന്ന് നിന്ന് തിരിയാൻ പോലും സമയം കിട്ടിയില്ല, അതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ വിളിക്കില്ലായിരുന്നോ? ഇത്തവണത്തേക്ക് എൻ്റെ അമ്മക്കിളി ഒന്ന് ക്ഷമിക്ക്. അമ്മയെ ഒന്ന് അനുനയിപ്പിക്കാൻ എന്നോണം മീനുവിൻ്റെ താടിത്തുമ്പിൽ പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് ആദി പറഞ്ഞു. അവർ ഒരു ചിരിയോടെ ആദിയുടെ കൈ തട്ടിമാറ്റി. നിങ്ങൾ എന്തേലും കഴിച്ചായിരുന്നോ? മീനു കേശവിൻ്റെ കയ്യിലിരുന്ന ബാഗ് വാങ്ങിക്കൊണ്ട് ചോദിച്ചു. ഇല്ല മീനു, ഒന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. നീ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്ക്. അപ്പോഴേക്കും ഫ്രഷായി വരാം. നാളെയും ഇതുപോലെ തന്നെ തിരക്കായിരിക്കും. കേശവും മീനുവും ഓരോ വഴിക്ക് പോയപ്പോൾ ആദി പതിയെ മേലെ അവൻ്റെ മുറിയിലേക്ക് നടന്നു. ആകെ മൊത്തം മുഷിഞ്ഞിരിക്കുകയാണ്. ഒന്ന് നന്നായി തന്നെ തലതനുക്കെ കുളിച്ചാൽ മാത്രമേ ഇപ്പോഴുള്ള ക്ഷീണത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടാവുകയുള്ളൂ എന്ന് അവന് തോന്നി. റൂമിലെത്തിയ പാടെ ഇട്ടിരുന്ന ഷർട്ട് അഴിച്ചു മാറ്റി സ്വിച്ച് ഓഫ് ആയിപ്പോയ ഫോൺ വേഗം ചാർജിൽ ഇട്ട് ഓൺ ചെയ്തു. ജാനി വിളിച്ചിട്ടുണ്ടോ എന്ന് നോക്കണമെന്നുണ്ടായിരുന്നെങ്കിലും ആകെ ക്ഷീണിച്ചിരുന്നതിനാൽ ഫ്രഷ് ആകാൻ വേണ്ടി വാഷ്റൂമിലേക്ക് പോയി. ഒരു നീണ്ട കുളി കഴിഞ്ഞാണ് അവൻ പുറത്തിറങ്ങിയത്. ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും മീനു ഫുഡ് കഴിക്കാനായി അവനെ വിളിച്ചു. ജാനിക്ക് എങ്ങനെയൊക്കെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആദ്യമെങ്ങാനും വിളിച്ചാലോ എന്ന് വിചാരിച്ച് ഫോൺ കയ്യിൽ തന്നെ മുറുകെ പിടിച്ചിരിക്കുകയാണ് അവൾ. വെറുതെ അതൊന്ന് ഓണാക്കി സമയം നോക്കി. 1 മണിയാകാനായി. ദൈവമേ, ഇത്രയും സമയമായോ? ദത്തേട്ടൻ എന്താ ഇത്ര നേരമായിട്ടും വിളിക്കാത്തത്? ഇനി കിടന്നുറങ്ങി കാണുമോ? ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാകില്ല. എന്നെ വിളിക്കാന്ന് പറഞ്ഞതല്ലേ, തിരക്കായിട്ടായിരിക്കും. മനസ്സ് എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടും അവൻ്റെ ശബ്ദമൊന്ന് കേൾക്കാൻ വല്ലാതെ കൊതിച്ചു പോകുന്നു. അവളുടെ കൈവിരൽ യാന്ത്രികമായി തന്നെ ആദിയുടെ പേരിലേക്ക് നീണ്ടു. പതിയെ വിറയ്ക്കുന്ന കൈകളാൽ അവൾ ഫോൺ ചെവിയിലേക്ക് അടുപ്പിച്ചു പിടിച്ചു. ബെല്ലടിക്കുന്നുണ്ടെന്നല്ലാതെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ജാനി പിന്നെയും പിന്നെയും വിളിച്ചുകൊണ്ടിരുന്നു. 5-ാമത്തെ പ്രാവശ്യവും കോൾ ഡിസ്കണക്റ്റ് ആയതും അവൾ ഒരു നിരാശയോടെ ആ ശ്രമം ഉപേക്ഷിച്ചു. എന്തുകൊണ്ടോ സങ്കടത്താൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അറിയാം തിരക്കായിട്ടായിരിക്കും എടുക്കാത്തതെന്ന്. പക്ഷെ അവളെ കൊണ്ടാവുന്നില്ലായിരുന്നു. ആദ്യം ഒരു നോക്ക് കാണാൻ അവളുടെ മനസ്സ് വെമ്പിക്കൊണ്ടിരുന്നു. അവൻ്റെ സാന്നിധ്യം അത്രയേറെ ആഗ്രഹിച്ചു പോകുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇത്രമാത്രം അവൻ തന്നിൽ വേരൂന്നിയോ എന്നവൾ അതിശയിച്ചു പോയി. ഫോണും കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് കട്ടിലിൽ ചുരുണ്ടുകൂടി കിടന്നു. അവൻ്റെ ഒരു വിളിയും പ്രതീക്ഷിച്ച്.